എല്ലാവർക്കും റെസിപ്പീസ് ഫോർ ഈസി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബോളിയുടെ റെസിപ്പിയാണ്. ഇത് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത്. ബേക്കറികളിൽ വാങ്ങാൻ കിട്ടുന്ന ഈ ബോളി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. വെറൈറ്റി ബോളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിൽ 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സും 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ബാക്കി നെയ്യിൽ 1/2 കപ്പ് കടലപ്പരിപ്പ് വേവിച്ചത് ചേർക്കാം. ഇത് 1/2 കപ്പ് കടലപ്പരിപ്പ് അരമണിക്കൂർ കുതിർത്ത ശേഷം കുക്കറിൽ 1 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുത്തതാണ്. 1/2 കപ്പ് പഞ്ചസാര കൂടിയിട്ട ശേഷം തീ കുറച്ച് വെച്ച് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. പഞ്ചസാര അലിയുമ്പോൾ വെള്ളം കൂടിയതുപോലെ തോന്നും, പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇത്രയും ആയാൽ മതി. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റിവെച്ച കാഷ്യൂ നട്ട്സും മുന്തിരിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ബോളിക്കുള്ള ഫില്ലിംഗ് റെഡിയായി. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു ബൗളിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്താലും മതി. ഇതിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ മാറ്റി വെച്ച ശേഷം ഒരു പാനിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കാം. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും 1/4 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കണം. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നേരത്തെ കലക്കി വെച്ച മാവ് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഈ സമയം തീ കുറച്ച് വയ്ക്കണം. ഇത് കട്ടിയാകാൻ തുടങ്ങുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായി വേവിച്ച് ഡ്രൈ ആക്കിയെടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി യോജിപ്പിച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റിവെക്കാം. തണുത്ത ശേഷം ഇതിനെ 8ആയി ഡിവൈഡ് ചെയ്ത് മാറ്റിവെക്കാം. ഇതിൽ ഓരോ ബോളും എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം. ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റിന് മുകളിൽ വെച്ച ശേഷം ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് എല്ലാ സൈഡിലേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എളുപ്പത്തിൽ പരത്തി കിട്ടും. ഇനി കുറച്ച് ഫില്ലിംഗ് വെച്ച് മടക്കിയെടുക്കാം. അടപ്പ് വെച്ച് സൈഡ് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയെടുക്കാം. സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ബോളി റെഡി ആയിട്ടുണ്ട്. മധുരം കഴിക്കാൻ തോന്നുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.